വല്യപ്പനെയും വല്യമ്മയെയും കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ കോലഞ്ചേരി റോഡിലെത്തി. അടുത്ത ഓർഡർ കോലഞ്ചേരിയിൽ നിന്നാണ്. കഴിഞ്ഞ ഒരു 20 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ഫുഡ് ഹാബിറ്റ് ഭയങ്കരമായി മാറിയിട്ടുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ഹോട്ടൽ ഫുഡ് മേഖലയിൽ. പണ്ടൊക്കെ ദോശ, ചമ്മന്തി, അപ്പം, മുട്ട, പുട്ട്, കടല ഇതൊക്കെ കിട്ടുമായിരുന്നു. 80കളുടെ ആരംഭത്തിൽ പൊറോട്ട എന്ന താരം ഉദിച്ചുയർന്നു. തുടർന്ന് ബ്രോയിലർ ചിക്കൻ സുലഭമായി. 2026 ആയപ്പോഴേക്കും എന്താ സ്ഥിതി? തന്തൂരി പോയി അൽഫാം വന്നു, മന്തി വന്ന് ബിരിയാണിയെ മൂലക്കിരുത്തി, ബീഫ് ഫ്രൈ, ചിക്കൻ 65, ഷവർമ, ബർഗർ, നഗ്ഗറ്റ്സ്, പെരി പെരി ചിക്കൻ, ലോഡഡ് ഫ്രൈസ്, പിസ, റാപ്പ് ആൻഡ് റോൾസ്, സാൻഡ്വിച്ചുകൾ, മോമോസ്, അങ്ങനെ എന്തെല്ലാം. സന്തോഷകരമായ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ധാരാളം ചെറുപ്പക്കാർ വീട്ടിലുള്ള പഴമക്കാരെയും കൂട്ടി വന്ന് ഈ വക താരങ്ങളെയെല്ലാം അവർക്ക് പരിചയപ്പെടുത്താൻ ഉത്സാഹിക്കുന്നുണ്ട്. പഴമക്കാരാകട്ടെ എന്നമോ ഏതോ എന്ന പാട്ടും പാടി ഇതൊക്കെ ഞം വെക്കുന്നുമുണ്ട്. സുന്ദരം, മനോഹരം. കോലഞ്ചേരിയിലെ ചിരപുരാതനമായ ഹോട്ടലിൽ നിന്നാണ് ഓർഡർ എടുത്തത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഗ്രാൻഡ് ബാർ ഹോട്ടൽ എന്ന് വിളിച്ചാലോ? മൾട്ടിപ്പിൾ ഓർഡറാണ്. അതിനുവേണ്ടി സ്ട്രോബെറി, ഗൂസ്ബെറി, ബ്ലൂബെറി, മൾബെറി ഇതിലൊന്നിലേക്ക് കത്തിച്ചു വിടുകയാണ്. സ്ട്രോബെറി, ഗൂസ്ബെറി, ബ്ലൂബെറി, മൾബെറി, അവസാനം പറഞ്ഞ ബെറി, അതാണിത്. ആദ്യമൊന്നും വലിയ തിരക്കില്ലായിരുന്നു, ഇപ്പോൾ ക്ലച്ച് പിടിച്ചു. ആശംസകൾ. ഓർഡർ ID ഒന്ന് കാണിച്ചു കളയാം. പെട്ടെന്ന് ശരിയാക്കി തന്നാലോ? ആകുന്നേ ഉള്ളൂ എന്ന്. ശരി, ആകട്ടെ. കുറച്ച് ക്ഷമ പിടിക്കാം, കാത്തിരിക്കാം. രണ്ടാമത്തെ ഓർഡറിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. പട്ടി ചെയിൻ ഒന്ന് ശരിയാക്കിയിട്ടു. പട്ടി പുറകെ വന്നാൽ അഴിച്ചെടുത്ത് കറക്കാനുള്ളതാണ്. കറക്കുമ്പോൾ ചിലപ്പോൾ സ്വന്തം മണ്ടയ്ക്കായിരിക്കും കൊള്ളുന്നത്, അത് വേറെ കാര്യം. ഇതും ഫീസ്റ്റ് അല്ലെങ്കിൽ സദ്യ നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ സംഭവം ഭൗമികമല്ല, സ്വർഗീയമാണ്. കാത്തിരിപ്പിനൊടുവിൽ
മണി മുഴങ്ങി. ഓർഡർ റെഡി. കൈപ്പറ്റുന്നു, വെളിയിൽ ചാടുന്നു. ഇനി മാറിപ്പോകാതെ 2 ഓർഡറും കൃത്യമായി കൈമാറണം. പമ്പ് ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് തൊണ്ടിപ്പീടിക റോഡിലേക്ക്. തൊണ്ടിപ്പീടിക കൃത്യമായി ഉച്ചരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ചിലപ്പോൾ ബെഗേഴ്സ് പീടിക എന്നായി മാറാം. തെണ്ടിപ്പീടിക. തൊണ്ടിപ്പീടിക താണ്ടി പാറേപ്പീടികയിലേക്ക്. തൊണ്ടിപ്പീടിക പാറേപ്പീടിക റോഡ് സൂപ്പറാണ്. ധാരാളം ഉന്നതകുല ജാതർ പാർക്കുന്നത് കൊണ്ടാകാം. This is പാറേപ്പീടിക. ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിയണം. ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പിടിയില്ല. മറ്റേത് സിന്തറ്റിക് കമ്പനിയിലേക്ക് പോകുന്നതാണ്. പോയിട്ടുണ്ട്. ഗൂഗിൾ മഹിള ടേൺ ലെഫ്റ്റ് എന്ന് പറഞ്ഞതും ഇടത്തോട്ട് തിരിഞ്ഞു.
വഴി തെറ്റിയതിന്റെ ഡിം സൗണ്ട് കേട്ടു. യൂട്ടേൺ എടുക്കാനോ? എന്തിന്? ഇടത്തോട്ട് തിരിയാൻ പറഞ്ഞിട്ടല്ലേ തിരിഞ്ഞത്? വണ്ടി നിർത്തി കസ്റ്റമറെ വിളിച്ചു. ഒരു ചെറിയ സ്ത്രീജനമാണ് അപ്പുറത്ത്. ഏതോ കൗമാരക്കാരി. ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് ലാൻഡ്മാർക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാവരും ഡെലിവറി ചെയ്യുന്നതാണ്, ലൊക്കേഷൻ കറക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. അതായത് കൃത്യമായി സ്ഥലത്തെത്താത്തത് എന്റെ ഫാൾട്ടാണ്, എന്റെ മാത്രം ഫാൾട്ട്. എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇനി മാപ്പിന് തെറ്റുപറ്റിയതാണെങ്കിലും. നോ നോ നോ, മാപ്പിന് തെറ്റ് പറ്റിയിട്ടില്ല. ഇനി മുമ്പോട്ട് റോഡില്ല, ഒരു പാടമാണ്. നോക്കണ്ടടാ മോനെ, യു ടേൺ എടുത്തു താനാവണം. തിരികെ മെയിൻ റോഡ് എടുത്തപ്പോൾ ടേൺ ലെഫ്റ്റ് എന്ന അശരീരി ഇതേ വീണ്ടും. ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ ഒരു കാര്യവുമില്ല. മാപ്പിനെ ആശ്രയിച്ചേ പറ്റൂ. സമയം 8:45 ആയിട്ടുള്ളൂ. പക്ഷേ വഴിയിലെങ്ങും ഒരു ചത്ത പട്ടിയെ പോലും കാണുന്നില്ല. അത് ശരി, ഈ ലെഫ്റ്റ് ആയിരുന്നു ആ ലെഫ്റ്റ്. ടേൺ ദ സെക്കൻഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പറഞ്ഞില്ല. പാഠം ഇതാണ്. ടേൺ ലെഫ്റ്റ്, ടേൺ റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഉടനെ തിരിഞ്ഞാൽ പണി വാലും വെള്ളത്തിൽ കിട്ടും. മിക്കവാറും അല്പം മുന്നോട്ട് പോയിട്ടായിരിക്കും ശരിക്കും തിരിയേണ്ടത്. ഇപ്പോൾ കൃത്യമായി ഗൈഡ് ചെയ്യുന്നുണ്ട്. ഡെസ്റ്റിനേഷൻ അടുത്തു എന്നാണ് പറയുന്നത്. ദാ നിൽക്കുന്നു പൊന്നുമോൾ, കൂടെ ഒരു പൂച്ചയുമുണ്ട്. എനിക്ക് ഓർഡർ ചെയ്യാനല്ലേ അറിയൂ, വഴി പറഞ്ഞു തരാൻ അറിയില്ലല്ലോ എന്നതാണ് കക്ഷിയുടെ പാവം. പൊതി കൊടുത്തു, ഗുഡ് ബൈ. ദേ പൂച്ചയും പുറകെ പോയി. അങ്ങനെ 2 ഓർഡറിൽ ഒന്ന് കൊടുത്തു, അടുത്തത് കൊടുക്കണം. മാപ്പിട്ടു, ഡെസ്റ്റിനേഷൻ 2 ലക്ഷ്യമാക്കി ഉരുളുന്നു.